കർണാടക ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പരയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ ആരൊക്കെയോ ഭയപ്പെടുത്തുന്നുണ്ട്. 3 പതിറ്റാണ്ടോളം കുഴിച്ചുമൂടിയ സത്യം പുറത്തു വന്നാൽ പല ഉന്നതരുടെയും മുഖംമൂടി അഴിയും. ആ രഹസ്യം എത്ര മൂടിവെക്കാൻ ശ്രമിച്ചാലും കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കൾ അവിടെ തന്നെയുണ്ട്. അവരുടെ കുടുംബം നീതി കിട്ടാതെ അലയുന്ന കാഴ്ച. അതിലും ഭീതിയോടെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളി. കോടതി പറഞ്ഞിട്ടും ആ സാധുവിന് സുരക്ഷ നൽകാൻ പോലീസ് തയ്യാറല്ല. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന കോടതി നിർദ്ദേശവും നടപ്പിലായില്ല. മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന് വെളിപ്പെടുത്തിയ സ്ഥലത്ത് പരിശോധന വൈകുന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ധർമ്മസ്ഥലയിൽ ദുരൂഹത ഏറുകയാണ്. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളി ഭീതിയിലും. സത്യം തെളിയിക്കുന്നതിൽ മെല്ലെ പോക്കോ. വെളിപ്പെടുത്തൽ നടത്തിയ ആളുടെ ജീവന് സുരക്ഷ ഒരുക്കണമെന്ന കോടതി ഉത്തരവും നടപ്പാകുന്നില്ല. അതിക്രൂര ലൈംഗികാതിക്രമത്തിനിരയായ 100ഓളം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയെന്ന ഗുരുതരമായ വെളിപ്പെടുത്തലാണ് മുൻ ജീവനക്കാരൻ നടത്തിയത്. ഏത് സമയത്തും തനിക്കും കുടുംബത്തിനും നേരെ അക്രമം ഉണ്ടായേക്കാമെന്ന മൊഴിയെ തുടർന്നാണ് കോടതി ഇയാൾക്ക് സുരക്ഷ ഒരുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയത്. സംഭവത്തിലെ ഏക സാക്ഷി കൂടിയാണ് ഇയാൾ. നിലവിൽ അഭിഭാഷകരുടെയും ആക്ഷൻ കമ്മിറ്റിയുടെയും സംരക്ഷണയിലാണ് ശുചീകരണ തൊഴിലാളി. ഇയാളുടെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം. ഇതിലും മെല്ലെപ്പോക്ക് തുടരുന്നു. ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ 2003 കാണാതായ മെഡിക്കൽ വിദ്യാർത്ഥിനി അനന്യ ഭട്ടിന്റെ മാതാവും രംഗത്തെത്തി. മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയ സ്ഥലം മണ്ണ് നീക്കി പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് അനന്യ ഭട്ടിന്റെ മാതാവും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മുൻ ജീവനക്കാരൻ വെളിപ്പെടുത്തിയ സ്ഥലത്ത് തന്റെ മകളുടെ മൃതദേഹം ഉണ്ടാകുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ അസ്ഥിയെങ്കിലും കണ്ടെത്തി തരണമെന്നാണ് പോലീസിൽ നൽകിയ പരാതിയിൽ ഇവർ ആവശ്യപ്പെട്ടത്. 23 വർഷങ്ങൾക്ക് ശേഷമാണ് കേസിൽ പരാതി സ്വീകരിക്കാൻ പോലും പോലീസ് തയ്യാറായത്. അതേസമയം മുൻ ജീവനക്കാരന് സുരക്ഷ നൽകാൻ ഇയാൾ എവിടെയാണെന്നറിയില്ല എന്നാണ് പോലീസിന്റെ വിചിത്രവാദം. മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് വെളിപ്പെടുത്തിയ സ്ഥലത്ത് മണ്ണ് നീക്കിയുള്ള പരിശോധന ഉടൻ നടത്തുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. എന്നാൽ അതെന്ന് നടക്കുമെന്ന് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഇവിടെ പരിശോധന നടത്തുമെന്ന് വ്യക്തമാക്കിയെങ്കിലും അത് നടന്നില്ല. കാത്തിരുന്നവർ നിരാശരായി മടങ്ങുകയായിരുന്നു. ധർമ്മസ്ഥലയിലെ മണ്ണിൽ മൂടപ്പെട്ട രഹസ്യങ്ങൾ ചുരുളടിയാൻ വീണ്ടും കോടതിയെ തന്നെ സമീപിക്കേണ്ട അവസ്ഥ. ഇതിനുള്ള ഒരുക്കത്തിലാണ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും ഇരകളുടെ കുടുംബങ്ങളും. സത്യം ഒരു നാൾ തെളിയുമെന്ന പ്രതീക്ഷയോടെ. KV ബൈജു, News 18, കാസർഗോഡ്.